CPI മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് നേതൃത്വത്തിനെതിരെ വിമർശനം. നേതാക്കളുടെ വാക്കും ഭാഷയും ജനങ്ങൾ വിലയിരുത്തി. ഇടതു നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിൽ CPI പരാജയപ്പെട്ടുവെന്നും വിമർശനം. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളും ചേരുന്നു. ഗോകുൽ, എന്തൊക്കെയാണ് എക്സിക്യൂട്ടീവ് ഉണ്ടായ വിമർശനങ്ങൾ? വ്യക്തികേന്ദ്രിതമായി നേതൃത്വത്തിനെതിരെ CPM സംഭവിക്കുന്നത് പോലെ ഈ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടാവുന്നുണ്ടോ? അശ്മി, ഇന്നലെയായിരുന്നു ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം നടന്നത്. ഇന്ന് ജില്ലാ കൗൺസിൽ നടക്കുകയാണ്. ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് CPIയുടെയും CPMന്റെയും സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനമുണ്ടായിട്ടുള്ളത്. അമിത ആത്മവിശ്വാസം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളാണ് ഉണ്ടായിട്ടുള്ളത്. നേതാക്കളുടെ വാക്കും ഭാഷയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഡാഷുമോനെ പോലെയുള്ള അല്ലെങ്കിൽ കടക്കുപുറത്ത് നികൃഷ്ടജീവ് പോലെയുള്ള പരാമർശങ്ങൾ, വീട്ടിൽ പോയി ചോദിക്കുക തുടങ്ങിയ പരാമർശങ്ങളൊക്കെ തിരിച്ചടിയായി. അത്തരം വാക്കുകളും പരാമർശങ്ങളും നടത്തുമ്പോഴും ഭരണ നേട്ടത്തിന്റെ മികവിൽ ഭരണത്തിലെത്താമെന്നായിരുന്നു നേതാക്കൾ ചിന്തിച്ചത്. എന്നാൽ അതിനെയൊക്കെ ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നത് മനസ്സിലാക്കാൻ നേതാക്കൾ പരാജയപ്പെട്ടു എന്നടക്കമുള്ള വിമർശനങ്ങളാണ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. CPMലെ വിഭാഗീയത, പലയിടങ്ങളിലും CPMന്റെ മുതിർന്ന നേതാക്കൾ പാർട്ടിയിൽ നിന്നും മാറി മറ്റു UDFലേക്ക് പോവുകയും അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തതിനെ ലാഘവ ബുദ്ധിയോടുകൂടി കണ്ടു എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉണ്ടായത്. അത് തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടു എന്ന വിമർശനം ഉണ്ട്. ഇടതു നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിൽ CPI ഉൾപ്പെടെയുള്ള CPI ഉൾപ്പെടെയുള്ള ആളുകൾ പരാജയപ്പെട്ടു എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് മുന്നോട്ടേക്ക് വെക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങളിലൊക്കെ അതിനെ പരാജയപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ ഇടതു നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിൽ CPMനെ തിരുത്തുന്നതിൽ CPIയും പരാജയപ്പെട്ടു എന്ന ആത്മവിമർശനം കൂടി CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവിൽ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം ലീഗിൽ നിന്ന് സ്ഥാനാർത്ഥികളെ എത്തിച്ച് മലപ്പുറത്തൊക്കെ തിരൂരങ്ങാടിയിലൊക്കെ അബ്ദുറഹ്മാൻ രണ്ടത്താണി മുസ്ലിം ലീഗിൽ നിന്ന് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നൽകാം എന്നതുൾപ്പെടെയുള്ള ചർച്ചകൾ നടന്നത് പാർട്ടിക്ക് പരാജയത്തിലേക്ക് നയിച്ചു എന്നതുൾപ്പെടെ വിമർശനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. 3 സീറ്റുകളിലായിരുന്നു മലപ്പുറത്ത് CPI മത്സരിച്ചത്. മലപ്പുറത്തെ മുഴുവൻ ജില്ലകളിലും UDF ജയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. CPI മത്സരിച്ച 3 സ്ഥലത്തും കഴിഞ്ഞ തവണത്തെക്കാട്ടിൽ മികച്ച ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളുടെ പൊതുവികാരം തിരിച്ചറിയുന്നതിൽ നേതാക്കൾ പരാജയപ്പെട്ടു എന്ന വിമർശനമാണ് പൊതുവായി ഉയർന്നു വന്നിട്ടുള്ളത്. ജനങ്ങളെ തിരിച്ചറിയുന്നതിൽ, അവരെ മനസ്സിലാക്കുന്നതിൽ, അവരെ അടുത്തറിയുന്നതിൽ നിന്ന് പാർട്ടി അകന്നുപോയി എന്നതടക്കമുള്ള വിമർശനങ്ങൾ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്ന് ജില്ലാ കൗൺസിൽ യോഗം മലപ്പുറത്ത് തുടരുകയാണ്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.